എന്താണത്? എവിടെടാ ബാലരാജ്? മുഹൂർത്തത്തിന് സമയമായില്ലേ? ഗണപതിയെ കൊണ്ടുവരുമോ ഇല്ലയോ? താനെന്താ ഇങ്ങനെ എപ്പോ നോക്കിയാലും ആന്നും പറഞ്ഞു നിൽക്കും? അതെന്താ ചെറിയ സാധനമാണെന്ന് കരുതിയോ കയ്യിലെടുത്തോണ്ട് വരാൻ? അതല്ല തന്നെ പോലുള്ള സാധനമാണെന്ന് കരുതി ഹോട്ടലിൽ കയറിക്കൊണ്ട് വരാം. 40 അടി ഉണ്ടാവും, മിനിമം ആയിരിക്കും. ചെടിയൊക്കെ തട്ടും. അവൻ ആരാടാ വേറെ അവിടെ വെച്ചത്? ഒരുത്തനെയും കാണുന്നില്ല. ഈപിക്കാരായിരിക്കും, മിനിമം ആയിരിക്കും. അത് എങ്ങനെ ഉണ്ടോന്ന് വെച്ചാ ബാലരാജ് വരുന്നടാ. എടാ, നീയൊക്കെ മനുഷ്യനാണോടാ? എന്താ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്? നാശം, നാശം. എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണേ വിനായക. ഇത് വെച്ച് എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യാം. കാശെന്താ മരത്തിൽ വിളയാണോടാ? മതി, നിർത്താൻ. ആ, പിന്നെ ഒരുപാട് പണക്കെട്ട് തന്നതല്ലേ, ഇതൊന്ന് പിടിക്കടാ. ഇതൊക്കെ ആർക്ക് വേണ്ടിയാ ചെയ്യുന്നേ? എനിക്ക് വേണ്ടിയോ? നിങ്ങൾക്കല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടില്ലേ? പണ്ടത്തെ കാലമൊക്കെ 100 വർഷം ജീവിച്ചിരുന്നു. പക്ഷെ ഇപ്പോഴോ 60 വയസ്സാകുമ്പോഴത്തേക്കും ഔട്ട്. കാരണം എന്താ? കലർപ്പണം കാരണം ശരീരം മൊത്തം വീക്കാകുക, കിഡ്നി അടിച്ചു പോവുക, ഹൃദയം ചുരുങ്ങി പോവുക, വയറ് വീർത്തു പോകുന്നു, ആയുസ് കുറഞ്ഞു വരുന്നു. ശരി, ഇതൊക്കെ പോട്ടെ. വലിയ പ്ലാസ്റ്റിക് വിനായകനെ കൊണ്ടുവന്ന് നിങ്ങളൊക്കെ വെറുതെ ഇരിക്കോ? ദേ, 9 ദിവസം ഇവിടെ തന്നെ വെക്കും, എന്നിട്ടുള്ള എല്ലാ പൂജകളും ചെയ്യും. 10ാമത്തെ ദിവസം കടലിൽ കൊണ്ടേ ഒഴുക്കും. കെമിക്കൽ കാരണം വെള്ളം മോശാക്കും. അത് കാരണം മീനുകൾ ചാവും. മീനുകൾ ചത്താ എന്താകുന്ന അറിയോ? എനിക്കറിയാം. ആണോ? എങ്കിൽ പറ. വെള്ളം അടിക്കാൻ സൈഡ് ചെയ്യാനല്ലേ? ഇവിടെ മിണ്ടാതിരിക്കടാ. ഭഗവാന്റെ മുമ്പിലാണോ? തെറ്റ്. നമുക്ക് കുടിക്കാൻ നല്ല വെള്ളം കിട്ടില്ല. നമുക്ക് നല്ല വെള്ളം കിട്ടിയാൽ മാത്രമേ കുക്ക് ചെയ്യാൻ പറ്റൂ, കുളിക്കാൻ പറ്റൂ, അലക്കാൻ പറ്റുള്ളൂ. ഈ അഴുക്ക് വെള്ളത്തിന് വൈറസ് ഫോമായി, ലങ്സ് ഒക്കെ ജാമായി, നന്നായിട്ട് നടക്കാൻ പറ്റാതെ, മര്യാദയ്ക്ക് കഴിക്കാൻ പോലും പറ്റാതെ, കണ്ണു കാണാൻ പറ്റാതെ, ശ്വാസം വിടാൻ പറ്റാതെ, സംസാരിക്കാൻ ശബ്ദമില്ലാതെ, ശരിക്കും കേൾക്കാൻ പറ്റാതെ, ക്ഷീണം കാരണം തലകറങ്ങി താഴെ വീഴുമ്പോ അന്ന് നിങ്ങൾ എല്ലാവരും ചിന്തിക്കും, ആ പാവം ബാലരാജ് ചേക്കൻ പറയുന്നത് നമ്മൾ അന്നേ കേട്ടിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് ഈ അവസ്ഥ ഉണ്ടാവില്ലല്ലോ എന്ന്. ഇനിയെങ്കിലും മാറൂ. നിങ്ങൾ മാറണം, ഈ നാട് മാറണം, ഈ ലോകം തന്നെ മാറണം. അതെ, മാറണം. പിന്നെ അടുത്ത കൊല്ലം അമ്പല കമ്മിറ്റി പിരിക്കുന്ന പണം ഞങ്ങൾക്ക് തന്നെ തരണം കേട്ടോ. 4 പേർക്ക് അന്നദാനം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഞങ്ങളെ പോലെ പിള്ളേർക്ക് വെള്ളം വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. ഞങ്ങള് വെള്ളം അടിക്കും. ഓ, ആ വെള്ളം അല്ലടാ, തണ്ണീർ പന്തല ഉദ്ദേശിച്ചത്. തണ്ണീർ പന്തൽ, അതാ പറഞ്ഞേ. തണ്ണീർ പന്തൽ. തുടങ്ങും. എന്താ ഇത്? എന്താ ഉണ്ടായേ? വലിയ ഗണപതിയെ കൊണ്ടുവരാന്ന് എല്ലാരോടും കാശ് മേടിച്ചിട്ട് ഇതാ ചെറിയ ഗണപതിയാ കൊണ്ടുവന്നിരിക്കുന്നത്. എടാ മോനെ, അമ്മേ, പ്രതിഷ്ഠ ചെറുതായാലും കീർത്തി വലുതായിരിക്കും എന്ന് പറയാറുണ്ട്. വിഗ്രഹത്തിന് ചെറുതോ വലുതോ എന്നില്ല. 2 കൈയും കൂപ്പിയല്ലേ തൊഴുന്നത്. എന്താ ശരിയല്ലേ? പിന്നെന്താ ഈ ചെറിയ കാര്യത്തിന് എന്തിനാ വിഷമിക്കുന്നേ മഹാ? ഇതാ പറഞ്ഞ വിഗ്രഹം ചെറുതായിരുന്നാലും കീർത്തി വലുതായിരിക്കും എന്ന് പറയും. ഇന്നൊക്കെ അടിച്ച് പൊളിക്കാ കേട്ടാ. കണ്ടിച്ചാലും മതി. വിജയിക്കട്ടെ.